السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടി ജീവിച്ച് മരണം വരെയും നിന്ന് നിസ്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. നമ്മളുടെ വിഷമങ്ങളും വേദനകളും നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ യജമാനനായ റബ്ബിനോട് നമുക്കൊന്ന് സമാധാനത്തോടുകൂടി പറയാൻ, സംസാരിക്കാൻ ഒക്കെ ഉള്ള ഏറ്റവും വലിയ അവസരമാണ് 5 വഖ്ത് നിസ്കാരം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം, ഐഡൻറ്റിറ്റി, തർക്കസ്സല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കരിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ മുസ്ലിം എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കർക്കശ ബുദ്ധി വേണം. ഒരിക്കലും അതുകൊണ്ടാണ് മഹാരഥന്മാരൊക്കെ പറഞ്ഞത്, അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ എനിക്ക് മക്കളായും കുടുംബത്തിലായും ആരും തരല്ലേ എന്ന് മഹാന്മാർ പ്രാർത്ഥിക്കുകയുണ്ടായി. കാരണം നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ആ രൂക്ഷത അത്രയും ഭയാനകമാണ്. നമ്മുടെയൊക്കെ നിസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നിസ്കാരത്തിൻ്റെ വിഷയം ഞാൻ പറയുമ്പോൾ നമ്മൾ വളരെ ഗഹനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഫുകൾ ക്ലിയറാക്കുക എന്നുള്ളത്. സഫിന് വളരെ മഹത്വമുണ്ട്. നമ്മളൊക്കെ സഫിനെ ആരും ചെറുതായി കാണരുത്. സഫിന് വലിയ സ്ഥാനമാണ് അള്ളാഹുവും പ്രവാചകനും പരിശുദ്ധ ഇസ്ലാമും നൽകുന്നത്. ആദ്യത്തെ സഫുകളിൽ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും അവർക്ക് റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്നൊരു വിഭാഗമാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾ. നമുക്കൊക്കെ ഒന്നാമത്തെ സഫിൽ നിൽക്കണമെന്ന് മത്സര ബുദ്ധി വേണം. കാര്യം എന്താ, നമ്മൾ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിന്. അതേ ഒന്നാമത്തെ സഫിൽ തന്നെ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതിന് പ്രത്യേക പ്രതിഫലം. ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിന് പ്രത്യേക പ്രതിഫലം, അതേ ഒന്നാമത്തെ സഫിൽ തന്നെ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതിന് പ്രത്യേക പ്രതിഫലം. എത്ര പ്രതിഫലമാണ്! പിന്നെ അതിനടുത്ത സഫുകളിൽ നിൽക്കുന്നതിനും അതിൻ്റേതായ പ്രതിഫലമുണ്ട് എന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നമ്മൾ ഗഹനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സഫുകൾ എപ്പോഴും ക്ലിയറാക്കിക്കൊണ്ടിരിക്കണം. നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാൽപാദത്തിൻ്റെ ഫ്രണ്ട് നോക്കിയിട്ടല്ല, വിരലിൻ്റെ ഭാഗങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ സഫ് നിർണ്ണയിക്കേണ്ടത്. നമ്മൾ സഫ് കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി, കാലിൻ്റെ ബാക്ക് ഭാഗം ഉപ്പൂറ്റി അത് ലെവൽ ചെയ്ത് വേണം നമ്മൾ സഫ് കെട്ടാൻ. ആ സഫിൽ അങ്ങനെ സഫ് കെട്ടുന്ന സഫിന് അള്ളാഹു പ്രത്യേകം ബറക്കത്ത് ചെയ്യും. എന്തിനധികം സഫിൻ്റെ ആ പ്രത്യേകതകൾ അള്ളാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അള്ളാഹിൻ്റെ റസൂല് സഫ് കെട്ടി ജമാഅത്ത് നിസ്കാരത്തിന് സഫ് കെട്ടി നിന്നു കഴിഞ്ഞാൽ റസൂലുള്ള എല്ലാവരുടെയും കാലിൻ്റെ ഉപ്പൂറ്റി കറക്റ്റാണോ എന്ന് അമ്പുകൊണ്ട് അളക്കുമായിരുന്നു. അമ്പുകൊണ്ട് റസൂലുള്ള ജമാഅത്തിന് സഫ് കെട്ടി നിന്നതിന് ശേഷം റസൂലുള്ള അമ്പുകൊണ്ട് ഇങ്ങനെ അളന്നു നോക്കും, എല്ലാ സഫുകളും കറക്റ്റാണോ. അത്രയും രൂക്ഷതയാണ് സഫുകൾക്കുള്ളത്. മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, സഫിൽ തോളോട് തോളൊരുമി നിൽക്കലാണ്.
സഫിൽ തോളോട് തോൾ ചേർത്ത് വെക്കണം. ഒരു സഹോദരൻ്റെ തോള് തൻ്റെ സഹോദരൻ്റെ തോളിനോട് ചേർത്ത് വെക്കണം. അത് വളരെ മഹത്വമുള്ളതാണ്. നമ്മളിൽ എത്ര പേർക്കാണ് ഇങ്ങനെ തോന്നുക? അവിടെയാണ് സാഹോദര്യം, അവിടെയാണ് മുസ്ലിം സമുദായത്തിന് സന്തോഷം. ഇങ്ങനെ തോളോട് തോളൊരുമി നിൽക്കുന്ന സഹോദരങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു പിശാചിനും സാധ്യമല്ലെന്ന് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര വലിയ അമലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ! സഫിൽ, ഒന്നാമത്തെ സഫിൽ നിൽക്കലും, തോളോട് തോള് ചേർന്ന് നിൽക്കലും, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു. എന്തേ പറഞ്ഞത്? സവ്വു സുഫൂഫക്കും, സവ്വു സുഫൂഫക്കും, എൻ്റെ സമുദായമേ, നിങ്ങൾ സഫുകൾ ചൊവ്വാക്കണം, ക്ലിയറാക്കണം. ഫഇന്ന തസ്വിയത സഫി മിൻ തമാമി സ്വലാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. എന്തേ? എൻ്റെ സമുദായമേ, സഫ് ക്ലിയറാക്കണം. നിസ്കാരത്തിൻ്റെ പൂർണ്ണത, ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തിൻ്റെ പൂർണ്ണത സഫിൻ്റെ ക്ലിയറൻസിലാണ് ഇരിക്കുന്നത് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സഫ് ഒരു ചെറിയ വിഷയമല്ല. എന്തിനധികം സഫിനെ മുറിക്കുന്നവൻ, മലക്കുകൾ പ്രാർത്ഥിക്കും. എന്തേ? വമം വസല വസലഹുല്ലാ, സഫിനെ ചേർത്തവനെ റബ്ബേ നീ ചേർക്കണം. ഒരു സഫിലൊരു വിടവുണ്ട്. ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു സഫിലൊരു വിടവുണ്ട്. എന്നാൽ ആ വിടവ് നികത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവിടെ നിന്നാൽ ഇടുങ്ങിപ്പോകും എന്ന് ചിന്തിച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ കുടിലതയാണ് എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഫാനുള്ള സ്ഥലം നോക്കി നമ്മൾ ആ സഫിൻ്റെ വിടവിട്ടിട്ട് ഫാനും കാറ്റുമുള്ള സ്ഥലമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്കിൽ ആ സഫിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിടവിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നു, ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, മം വസല വസലഹുല്ലാ മൻ ഖതഅ ഖതഅഹുല്ലാ, അല്ലാഹുവേ സഫിനെ മുറിച്ചവനെ നീ മുറിച്ചു കളയണം. ചെറിയ പ്രാർത്ഥനയാണോ? സഫിനെ മുറിച്ചവനെ നീ മുറിക്കണം, സഫിനെ ചേർത്തവനെ നീ ചേർക്കണം. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഫ് ഒരു ചെറിയ വിഷയമല്ല. സഫ് എപ്പോഴും നമ്മൾ സഫ് കെട്ടുമ്പോൾ വളരെ ശ്രദ്ധയോടെ, പടച്ചവനെ എന്നെക്കൊണ്ട് സഫിലൊരു അസ്വസ്ഥതയും വരാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം സഫ് കെട്ടേണ്ടതെന്ന് മഹാരഥന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സഫിലൊരു വിടവ് വന്നാൽ അതിൻ്റെ രൂക്ഷത പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തേ അതിൻ്റെ രൂക്ഷത? പിശാച് അവിടെ കയറി നിൽക്കും. സഫിൽ വിടവില്ലെങ്കിൽ പിശാച് കടക്കൂല. സഫിൽ വിടവുണ്ടെങ്കിൽ പിശാച് കടക്കും. മുസ്ലിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടുമ്പോൾ പിശാച് മാറി നിന്ന് നിരീക്ഷിക്കും. എവിടാ വിടവ്, എവിടെയാണ് വിടവ്, എവിടെയാണ് വിടവ് എന്ന് നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നു. വിടവുള്ളവರ್ತവൻ കയറി നിൽക്കുന്നു. എന്നിട്ടോ അവൻ കയറി നിന്നാലുള്ള കുഴപ്പമെന്താ സമുദായമേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സഫിലുള്ളവരുടെ കംപ്ലീറ്റ് നിസ്കാരവും ഈ വിടവിൽ കയറി നിന്ന പിശാച് കുളമാക്കുമെന്ന്, നശിപ്പിച്ചു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ പുന്നാര പ്രവാചകൻ പറഞ്ഞു, സഫിൽ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കല്ലേ, സഫിൽ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കല്ലേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളായ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഫ് ഒരു ചെറിയ വിഷയമല്ല. ഏതു പള്ളിയിൽ കയറി സഫ് കെട്ടുമ്പോഴും സഫ്, അത് മയ്യത്ത് നിസ്കാരത്തിനാണെങ്കിലും ശരി, അത് മയ്യത്ത് നിസ്കാരത്തിനാണെങ്കിലും ശരി, പെരുന്നാൾ നിസ്കാരത്തിലാണെങ്കിലും ശരി, ഏത് നിസ്കാരത്തിനു വേണ്ടിയാണെങ്കിലും ശരി, സഫ് കെട്ടുമ്പോൾ വളരെ കണ്ടീഷനും കൃത്യതയും നമുക്ക് വേണമെന്ന് എൻ്റെ ശബ്ദം ശ്രവിച്ച ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ കബൂൽ ചെയ്യുന്ന നിസ്കാരങ്ങളാക്കി അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.